ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഉമ്മാക്ക് ബൈപ്പാസൊക്കെ കഴിഞ്ഞ് ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പോയതിൻ്റെ ശേഷം നമ്മൾക്ക് മിംസ്ക്ക് ഒരു എഴുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഒരു ടെസ്റ്റും കൂടി ചെയ്യണം. അപ്പോൾ ആ പോണ നേരമായപ്പോഴത്തേന് യേസുക്കുട്ടി ഭയങ്കര കരച്ചിലായിട്ടാണ്. വിശക്കണുണ്ട്, പക്ഷെ ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കണമില്ല. പിന്നെ ഹോട്ടലിൽ ഇപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ബുക്കിംഗ് നഷ്ടപ്പെടും ചെയ്യും. അപ്പോൾ നമ്മൾ വേഗം ഇവിടുന്ന് ഇതേറ്റ് പോവുകയാണ്. അടുത്തത് നമ്മൾ കോഴിക്കോട് മിംസിലാണ് ഇട്ടുള്ളത്. അപ്പോൾ അവിടെ പോയി നമ്മൾ ചെക്ക് ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവൾക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഹാപ്പി ആയിട്ടാണ്. നമ്മൾ വീട്ടിൽ ആക്കിയിട്ട് പോകാനും പറ്റില്ല. ആ ഒരു അവസരത്തിൽ നമ്മൾ കുട്ടീനെ കൂടെ കൂട്ടൽ നമുക്ക് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ കൂടെ കൂട്ടണതാണ്. വീട്ടിലാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും കുട്ടികളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഭക്ഷണമൊക്കെ കുറച്ച് ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ വയറ്റിലായതിൻ്റെ ശേഷമുള്ള സന്തോഷമാണ് കേട്ടോ. അവൾക്കിങ്ങനെ എല്ലായിടത്തും പോരുക വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കിങ്ങനെ ഹോസ്പിറ്റൽ കേസാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കുട്ടികളായിട്ട് പോകാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കോഫിയും ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് അച്ചാറുണ്ടാക്കി വെക്കാമെന്ന്. അതായത് എണ്ണിത്തണ്ട് ഉപ്പിലിട്ട് വെച്ചതുണ്ടായിരുന്നു, ചെറുനാരങ്ങ ഉപ്പിലിട്ട് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കോളേജിൽ കൊണ്ടുപോകാനും ഡൽഹിക്കും ഒക്കെ ഉള്ള അച്ചാറുകൾ സെറ്റാക്കി വെക്കുകയാണ്. ഇപ്പോൾ 3 ബോട്ടലിലായിട്ടാണ് ഞാൻ ഈ ഉപ്പിലിട്ട് വെച്ചതുള്ളത്. അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് അച്ചാറുണ്ടാക്കലിട്ടാ. ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ കാറി പോകും. ഒരു പ്രശ്നവും കേട്ടോ. പക്ഷേ അതിൽ നമ്മൾ വെള്ളമൊക്കെ ചേരുക, നമ്മൾ അച്ചാറിട്ടക്കിൽ വെള്ളത്തിൻ്റെ അംശങ്ങൾ ഇതാകുക. അതേപോലെ നമ്മൾ അച്ചാർ കുപ്പിക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചൂട് ആക്കിയത് വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് ശേഷം ആറിയതിൻ്റെ ശേഷം അച്ചാറാക്കുക. അതേപോലെ നമ്മൾ ടൈറ്റായി മൂടിക്കൊണ്ട് അച്ചാർ കുപ്പി മൂടുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അച്ചാർ കേടാവാതെ കൂട്ടാം. വെള്ളത്തിൻ്റെ അംശമൊന്നും തീരെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ മൂടി ടൈറ്റായ മൂടിയാവണം, അതിലേക്ക് എയർ വരരുത്. അങ്ങനത്തെ കുപ്പികൾക്കും ഇതാവും. ഇപ്പോൾ ഇതിൽ ഒരു ചുവന്ന മൂടി കാണില്ല, അതിൽ അച്ചാറിട്ടാൽ അത് ഒരു വർഷത്തേക്കൊന്നും നിൽക്കില്ല. അതിന് ടൈറ്റായി മൂടിയല്ല. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇതാ ഓരോന്നായിട്ട് ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അടി കട്ടിയുള്ളൊരു പാത്രത്തിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്റ്റീൽ പാത്രം വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടി കട്ടിയുള്ള പാത്രത്തിൽ ഇതെല്ലാം ഇട്ടുകൊണ്ട് നമുക്ക് വഴറ്റി കൊടുക്കുക. അതേപോലെ ഞാൻ സാധാരണ അച്ചാറും പൊടി യൂസ് ചെയ്യാറില്ല. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാതെ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കടുക് പൊടി, ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇഞ്ചി വെളുത്തൊന്നും ചതച്ചത് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് ഇഞ്ചിയും പച്ചമുളക് ഇതൊക്കെ പിന്നെ കഷ്ണാക്കിയിട്ടുണ്ടാണ് ഈ കാര്യം ഒന്നും കൂടി നല്ല. അപ്പോൾ കടിക്കാൻ കിട്ടും എന്നുള്ളതിൽ കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ അതൊക്കെ നല്ല മൂത്ത് പാകമായതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കടുക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കണം. ഉലുവപ്പൊടി 2 ടീസ്പൂൺ ഇടുമ്പോൾ കടുക് പൊടി 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3.5 സ്പൂണ് അത്ര എണ്ണ ഇടേണ്ടത് ഇട്ടാൽ. കാരണം വെച്ചാൽ ഉലുവൻ്റെ ടേസ്റ്റും കടുകിൻ്റെ ഇതും ഒരേ ഈക്വലായിട്ട് നിന്നാൽ നമ്മൾ അച്ചാറിൻ്റെ അതിനെ ഒരു പിന്നെ കോമ്പിനേഷൻ, അതായത് നമ്മൾ അച്ചാർ പൊടി ഇട്ടിക്കാട്ടി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണോ പിന്നെ മറ്റേത് നിങ്ങൾക്ക് യൂസ് ചെയ്യുക ഏതാണെന്നുണ്ടെങ്കിലും. നമുക്ക് കുറച്ചൊക്കെ ഒരു അച്ചാറാകുമ്പോൾ എരിവാണല്ലോ, അപ്പോൾ ഞാൻ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നമ്മൾ തിക്നെസ് ഉണ്ടാവും, പക്ഷേ നല്ല കട്ടി ഉണ്ടാവും അച്ചാർ. അതേപോലെ തന്നെ അത് എരിവ് കുറവുമായിരിക്കും. ഇത് നമുക്ക് എരിവും തിക്കുമൊക്കെ ഒരേപോലെ തന്നെ മതി എന്നുള്ള ലെവലിലാണ്. പിന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ പച്ചച്ചോയ മാറുന്നത് വരേക്കും ഒന്ന് വാട്ടി കൊടുക്കുക. അപ്പോൾ ചെറിയ തീയിലാക്കി കൊടുക്കണം. ഇത് പുകഞ്ഞ് പോകരുത്. പുകഞ്ഞ് പോയാൽ നമ്മൾ അച്ചാറിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതാ ചെറിയ തീയിൽ അത് നന്നായിട്ട് അതിൻ്റെ പച്ചച്ചോയൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പിലിട്ട് വെച്ച എണ്ണിത്തണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് കട്ടി കൂടിപ്പോയോ എന്നൊരു സംശയം, പക്ഷെ കട്ടി കുറഞ്ഞ് പോയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല അച്ചാർ. അതേപോലെ തന്നെ നമുക്ക് അതിലേക്ക് നാരങ്ങ ഉപ്പിലിട്ടും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ വെള്ളം കലക്കിയ നാരങ്ങൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതേമാതിരി സുർക്കിയിലിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഇനി ഇതിലേക്ക് സുർക്ക അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇതിലേക്ക് സുർക്കിയിലിട്ട് വെച്ചതാണല്ലോ ഒഴിച്ച് കൊടുത്തേക്കണത്.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് സുർക്ക വേണമെങ്കിലും ഉപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഉപ്പിലിട്ട് വെച്ചതായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മെയിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് എരിവും ഉപ്പൊക്കെ കറക്റ്റാന്ന് നോക്കാം. നല്ലൊരു ടേസ്റ്റുള്ള ഒരു അച്ചാറാണിത്. ഞാനിത് ഇട്ട് വെക്കലുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇത് ഇപ്പും എരിവൊക്കെ പിടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് തന്നെ യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇതാ പിന്നെ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പാത്രത്തിൽ കൊള്ളുമെന്ന് വിചാരിച്ചാട്ടെ. ഇനി വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണില്ല. അപ്പോൾ ഇളക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അത് ഇതിൽ തന്നെ ഉണ്ട് ഇളക്കി കൊടുക്കുക. പക്ഷേ ചൂടാറി കഴിഞ്ഞാൽ ഒരു പൊടിക്കൊന്ന് കുറയും കേട്ടോ. അപ്പോൾ ഈ ചൂടുള്ള പോലത്തെ ഇങ്ങനെ തിങ്ങി മേലെ നിൽക്കണ പോലെ ഉണ്ടാവില്ല, കുറച്ചൊരു കുറവുണ്ടാവും. അപ്പോൾ ഇതാ ഇതിൽ തന്നെ റെഡിയാക്കി കണ്ട് ഞാനൊരു ഓട്ടപാത്രം കൊണ്ട് മൂടി വെക്കുകയാണ്. പിന്നെ ഈ കുപ്പികളും കാര്യങ്ങളൊക്കെ കേകി വെയിലത്ത് വെച്ച് ഉണക്കാനാണ്. അപ്പോൾ ഇത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ലവണ്ണം കേക്കിയിട്ട് സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കും. രാവിലെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ അച്ചാറിൻ്റെ പരിപാടി. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നല്ല എണ്ണ ചൂടാക്കിയിട്ട് കായപ്പൊടിയോ കരിവേപ്പിൻ്റെ ഇല എന്തെങ്കിലും ചേർത്തിട്ട് ഈ അച്ചാറിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഒരുപാട് പ്രാവശ്യം എടുത്തത് തന്നെയാണല്ലോ. അപ്പോൾ ഇത് തളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യാണ്. ഇത് കണ്ടില്ലെങ്കിൽ ഞാൻ ഉറങ്ങാൻ സമയമായപ്പോൾ നോക്കിയപ്പോൾ തന്നെ കുറച്ചൊന്ന് തിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാ വേറൊരു ഇതിലും കൂടി അച്ചാർ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. 2 പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ അച്ചാർ റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതേ അച്ചാർ തന്നെയാണ് അതോ. അപ്പോൾ അതാ രണ്ടും ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അച്ചാറിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഞാൻ രാവിലെ എടുത്ത് റെഡിയാക്കുള്ളൂ. അപ്പോൾ അതാ ഉള്ളിലെ സ്റ്റോർ റൂമിൽ വെച്ച് ഓട്ടപാത്രം കൊണ്ട് മൂടി വെച്ചേക്കാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ എറുമ്പിൻ്റെ ശല്യം വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് സ്റ്റോർ റൂമിൽ വെച്ച് ഇതാക്കി വെച്ചേക്കണം. അതിൻ്റെ മേലെ പിന്നെ തുണിയൊന്നും ഇടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. സ്റ്റോർ റൂമിൽ മേശപ്പുറത്ത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ക്ലിയറാക്കി കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ പോകാൻ സമയമായിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും.